വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ICT A+ സെറ്റപ്പ് ആണ്. A+ സെറ്റപ്പിനെ കുറിച്ച് നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ തന്നെയായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ എന്താണ് A+ സെറ്റപ്പ്, ഒരു സെറ്റപ്പ് A+ ആവാൻ എന്തെല്ലാം ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ആകണം, എങ്ങനെ ഒരു A+ സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാം, അതിലെങ്ങനെ പ്രോപ്പറായിട്ടുള്ള ട്രേഡ് മാനേജ്മെൻറ്റ് ചെയ്യണം എന്നതെല്ലാമാണ് ഇന്നത്തെ സെഷൻ്റെ കോർ എന്ന് പറയുന്നത്. കൂടാതെ ഇവിടെ പറയുന്ന ഈ ഒരു A+ സെറ്റപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ സെറ്റപ്പ് കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു T4T. അങ്ങനെ നമ്മൾ എന്താണ് A+ സെറ്റപ്പ് എന്ന് നമുക്ക് ഡെഫിനിഷൻ രീതിയിൽ തന്നെ ആദ്യം നോക്കിയിട്ട് വരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമ്മൾ ഈ ഒരു പോയിന്റിൽ, ഈ ഒരു ഡെഫിനിഷനിൽ നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് 4 പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഡെഫിനിഷൻ വായിച്ച് നോക്കുകയാണെങ്കിൽ, ദ ICT A+ സെറ്റപ്പ് ഇസ് എ ഹൈ പ്രോബബിലിറ്റി ട്രേഡിംഗ് സ്ട്രാറ്റജി ദാറ്റ് അലൈൻ കീ ഫാക്ടേഴ്സ് ടു എൻഷുർ എ ഹൈ കോൺഫിഡൻസ് ട്രേഡ് വിത്ത് സ്ട്രോങ് റിസ്ക് റിവാർഡ് റേഷ്യോ. ഓക്കെ, വെറും 4 പോയിന്റാണ് നമ്മൾ ഇവിടെ നോക്കി വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ICT A+ സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു ഹൈ പ്രോബബിലിറ്റി ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിരിക്കും. ഓക്കെ, A+ സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു ഹൈ പ്രോബബിലിറ്റി ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് കീ ഫാക്ടേഴ്സ് അലൈൻ ചെയ്തിരിക്കും ഈ ഒരു സ്ട്രാറ്റജിയിൽ. ഓക്കെ, അലൈൻ കീ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, രണ്ടാമത്. ഓക്കെ, മൂന്നാമത് എന്ന് പറയുന്നത് എൻഷുർ എ ഹൈ കോൺഫിഡൻസ് ട്രേഡ് ആണ്. എൻഷുർ എ ഹൈ കോൺഫിഡൻസ് ട്രേഡ് എന്ന് പറയുമ്പോൾ അത് പ്രോപ്പറായിട്ട് ഫോർവേഡ് ടെസ്റ്റും ബാക്ക് ടെസ്റ്റും ചെയ്ത് പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി കൂടിയായിരിക്കും. അതുപോലെ തന്നെ അതെന്തായിരിക്കും, ഇറ്റ് ബ്രിങ്സ് എ സ്ട്രോങ് റിസ്ക് റിവാർഡ് റേഷ്യോ, ഒരു സ്ട്രോങ് റിസ്ക് റിവാർഡ് റേഷ്യോ കൂടി ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രോങ് റിസ്ക് റിവാർഡ് റേഷ്യോ ഫുൾഫിൽ ചെയ്യുന്നത് കൂടി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു A+ സെറ്റപ്പിൻ്റെ ഈ ഡെഫിനേഷനിൽ പറഞ്ഞ 4 പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു ഹൈ പ്രോബബിലിറ്റി ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ഇത് ഒരുപാട് കീ ഫാക്ടേഴ്സ് ആയിട്ട് അലൈൻ ചെയ്തിരിക്കും. അതുപോലെ തന്നെ എന്താണ്, എൻഷുർ എ ഹൈ കോൺഫിഡൻസ് ട്രേഡ് ആയിരിക്കും. ബിക്കോസ് ഓഫ് എന്താണ്, അത് ഫോർവേഡ് ടെസ്റ്റും ബാക്ക് ടെസ്റ്റും ചെയ്തിട്ട് പ്രൂവൺ ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ്സ് മെയിൻറ്റെയിൻ അല്ലെങ്കിൽ അത് എന്താണ്, എൻഷുർ എ സ്ട്രോങ് റിസ്ക് റിവാർഡ് റേഷ്യോ കൂടിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി നോക്കുകയാണെങ്കിൽ എന്താണ്, ഏതൊരാൾക്കും ഒരു സെറ്റപ്പ് ഉണ്ടാവും. ഓക്കെ, ഏതൊരു ട്രേഡർക്കും ഒരു സെറ്റപ്പ് ഉണ്ടാവും. ആ സെറ്റപ്പ് എന്തായിരിക്കും, ഒരു ഹൈ വിൻ റേറ്റ് ഉള്ള സെറ്റപ്പ് ആയിരിക്കും, ലോ വിൻ റേറ്റ് ഉള്ള സെറ്റപ്പ് ആയിരിക്കാം, മീഡിയം വിൻ റേറ്റ് ഉള്ള സെറ്റപ്പ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താണ്, ഒരു മീഡിയം വിൻ റേറ്റോ അല്ലെങ്കിൽ ഒരു ഹൈ വിൻ റേറ്റോ ആവണം എന്നതായിരിക്കും ആഗ്രഹം. ഓക്കെ, എപ്പോഴും ലോ വിൻ റേറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കും, ലോ വിൻ റേറ്റിൽ നമുക്ക് സക്സസ് റേഷ്യോ വളരെ കുറവായിരിക്കും. നമ്മുടെ ആവറേജ് വിന്ന് എന്ന് പറയുന്നത് ആവറേജ് ലൂസിനേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്, ഇവിടെ നമുക്ക് എന്താണ്, എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്, സെറ്റപ്പിൻ്റെ ഹൈ വിൻ റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഹൈ വിൻ റേറ്റ് സെറ്റപ്പ് കിട്ടാനായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പം നമ്മളുടെ ഈ ഒരു സെറ്റപ്പ് ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മളുടെ സെറ്റപ്സുകൾ ചിലപ്പോൾ ഓൾട്ടർ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സെറ്റപ്പ് ആൾട്ടർ ചെയ്യുന്നതും അതുപോലെ തന്നെ എന്താണ്, ചേഞ്ച് ചെയ്യുന്നതും എപ്പോഴും എന്തായിരിക്കും, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റീൻ്റെ ബേസിലായിരിക്കണം. കാരണം ആ സെറ്റപ്പിൽ മിനിമം 100 ട്രേഡ്സ് നിങ്ങൾ എടുത്ത് നോക്കണം. ഓക്കെ, നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നതിനോ ഓൾട്ടർ ചെയ്യുന്നതിനോ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സ്ട്രാറ്റജിയിൽ മിനിമം 100 ട്രേഡ്സ് എടുക്കണം. ബിക്കോസ് ഓഫ് കാരണം എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി പ്രകാരം 100 ട്രേഡ്സിൽ ഓക്കെ ഒരു മാസ് ക്വാണ്ടിറ്റിയിലായിരിക്കണം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി കാണേണ്ടത്. അതായത് 100 ട്രേഡ്സ് എടുത്ത് അതിൽ നിങ്ങൾ എത്രത്തോളം വിന്ന് ചെയ്തു, എത്രത്തോളം ലൂസ് ചെയ്തു എന്നതിൻ്റെ ബേസിലായിരിക്കണം വിൻ റേറ്റ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഓക്കെ, അപ്പോൾ എന്താണ്, ഞാൻ പറഞ്ഞതുപോലെ ഏതൊരു വ്യക്തിക്കും ഒരു സെറ്റപ്പ് ഉണ്ടാവും. അത് ഹൈ വിൻ റേറ്റ് സെറ്റപ്പ് ആയിരിക്കാം, ലോ വിൻ റേറ്റ് സെറ്റപ്പ് ആയിരിക്കാം, മീഡിയം വിൻ റേറ്റ് സെറ്റപ്പ് ആയിരിക്കാം. ഇൻ കേസ് ഇനി ലോവറും മിഡും ആണെങ്കിൽ നമ്മൾ ഹൈ വിൻ റേറ്റ് സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ഓൾട്ടർ ചെയ്യേണ്ടതായിട്ടും വരും. ഓക്കെ, അങ്ങനെ വരുന്ന ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് ട്രേഡ് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ആ ഒരു ട്രേഡ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിൻ്റെ കണ്ടീഷൻസ് മാച്ച് ആവണം. അതുപോലെ പ്രോപ്പർ റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ആവുകയും വേണം. അങ്ങനെ നമുക്ക് ആ സെറ്റപ്പിൽ വാലിഡ് ക്രൈറ്റീരിയാസ് എല്ലാം കിട്ടിക്കഴിഞ്ഞ് നമുക്ക് അതിലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ആ സെറ്റപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം, A+ സെറ്റപ്പ് എന്ന് വിളിക്കാം. അങ്ങനെ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ എന്താണ് ഒരു A+ സെറ്റപ്പ് എന്ന് ചെറിയ രീതിയിൽ ഡെഫിനിഷൻ രീതിയിൽ പറഞ്ഞു, വലിയ രീതിയിൽ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാക്കും. അതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചെയ്തിരിക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള മെയിൻ കാര്യമാണ് ഹയർ ടൈം ഫ്രെയിം ബയാസ് എന്ന് പറയുന്നത്. എന്താണ് ഹയർ ടൈം ഫ്രെയിം ബയാസ് എന്ന് പറയുന്നത്? ഹയർ ടൈം ഫ്രെയിം ബയാസ് റെഫേഴ്സ് ടു ദ ഓവറോൾ മാർക്കറ്റ് ഡയറക്ഷൻ സീൻ ഓൺ ദ ഹയർ ടൈം ഫ്രെയിം. ഓക്കെ, നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ പ്രൈസ് ആക്ഷൻ എന്ത് പറയുന്നു, ഇവിടെ നമ്മളുടെ ഹയർ ടൈം ഫ്രെയിമിൽ എന്ത് ഡയറക്ഷൻ ആണോ തരുന്നത്, ഹയർ ടൈം ഫ്രെയിമിൽ എന്ത് പ്രൈസ് ആക്ഷൻ ആണോ നമ്മൾ കാണിക്കുന്നത്, അതായിരിക്കണം നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിം ബയാസ് എന്ന് പറയുന്നത്.
ഓക്കെ, അതെന്തായിരിക്കാം ഡെയിലിയിലും വീക്ക്ലിയിലും, അതായത് ഡെയിലിയിൽ കിട്ടുന്ന നിങ്ങളുടെ ബയാസിനെയാണ് നിങ്ങൾ ഡെയിലി ബയാസ് എന്ന് പറയുന്നത്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബയാസിനെയാണ് നിങ്ങൾ വീക്ക്ലി ബയാസ് അല്ലെങ്കിൽ വീക്ക്ലി പ്രൊഫൈൽ അല്ലെങ്കിൽ നരേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ട്രേഡേഴ്സ് ടു അലൈൻ ദെയർ ലോവർ ടൈം ഫ്രെയിം ട്രേഡ് വിത്ത് ഡൊമിനന്റ് ട്രെൻഡ്. ഓക്കെ, ഡൊമിനന്റ് ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഹയർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് എന്ത് ട്രെൻഡാണോ കാണിക്കുന്നത്, നിങ്ങൾക്ക് കാണുന്നത്, അതായത് നിങ്ങൾക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ചിലപ്പോൾ എന്തായിരിക്കും, ബുള്ളിഷ് ട്രെൻഡ് ആയിരിക്കും. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിൽ ചിലപ്പോൾ ഡൗൺ ട്രെൻഡ് ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡൊമിനന്റ് ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഇപ്പോൾ എന്ത് ട്രെൻഡിലാണ് അതിനായിരിക്കും ഡൊമിനന്റ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ട്രേഡ് ടു അലൈൻ ദെയർ ലോവർ ടൈം ഫ്രെയിം ട്രേഡ്സ് വിത്ത് ഡൊമിനന്റ് ട്രെൻഡ് ഇൻക്രീസ് ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ്. അതായത് നിങ്ങൾക്ക് ഹയർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ബയാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിം ബയാസ് എന്ന് പറയുന്നത് ബുള്ളിഷ് ആണ് കിട്ടിയതെങ്കിൽ, നിങ്ങൾക്ക് ലോവർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്കൊരു ബുള്ളിഷ് എൻട്രി ആണ് കിട്ടുന്നതെങ്കിൽ എന്താണ് അതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് വളരെ കൂടുതലായിരിക്കും. കാരണം എന്താണ്, നിങ്ങൾ ട്രെൻഡിൻ്റെ കൂടെയാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഡൊമിനൻസിയുടെ അഡ്വാൻറ്റേജ് കൂടി കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഹയർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ബുള്ളിഷ് ആണ് നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിം ബയാസ് എങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ സെല്ലാണ് കിട്ടുന്നതെങ്കിൽ അവിടെ പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും. കാരണം നിങ്ങൾ കൗണ്ടർ ട്രേഡ് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളെന്താണ് കൗണ്ടർ ട്രേഡ് ആയിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് എപ്പോഴും എന്താണ് ആ ഒരു ഡൊമിനൻ്റ് ട്രെൻഡിൻ്റെ കൂടെയല്ല, അതിന് ഓപ്പോസിറ്റായി പോകുന്നതുകൊണ്ട് തന്നെ എന്താണ് ചിലപ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പ്രോബബിലിറ്റി കുറവായിരിക്കും. ഓക്കെ, അതാണ് നമ്മളിവിടെ പറയുന്നത്. എന്താണ്, നമുക്ക് ബുള്ളിഷ് ആയിട്ട് ഹയർ ടൈം ഫ്രെയിം കിട്ടുകയാണെങ്കിൽ, അതായത് നമ്മൾ വീക്ക്ലിയിലും ഡെയിലിയിലും നമ്മളുടെ ഹയർ ടൈം ഫ്രെയിം ബയാസ് എന്ന് പറയുന്നത് ബുള്ളിഷ് ആണെങ്കിൽ, നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, ബൈ സെറ്റപ്പിനായിരിക്കണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് ഹയർ ടൈം ഫ്രെയിമിൽ, അതായത് വീക്ക്ലിയിലും ഡെയിലിയിലും ആയിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ ബയാസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺക്ലൂഷൻ ആയിട്ട് കിട്ടുന്ന ആ ഒരു ഹയർ ടൈം ഫ്രെയിം ബയാസ് എന്ന് പറയുന്നത് ബുള്ളിഷ് ആണെങ്കിൽ, നമ്മൾ എപ്പോഴും എന്താണ് ബുള്ളിഷ് എൻട്രിക്ക് ആയിരിക്കണം നമ്മൾ എന്ത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ ബെയറിഷ് ആണ് നമ്മളുടെ ഹയർ ടൈം ഫ്രെയിം ബയാസ് എങ്കിൽ നമ്മൾ ലുക്ക് ഫോർ സെൽ സെറ്റപ്സ്. ഓക്കെ, നമുക്ക് ലോവർ ടൈം ഫ്രെയിംസിലൊക്കെ എന്താണ് ആ ഒരു സെറ്റപ്സിലായിരിക്കണം നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ അതായത് നിങ്ങൾക്ക് ബുള്ളിഷ് ആണ് ഹയർ ടൈം ഫ്രെയിം ബയാസ് ആയി കിട്ടുന്നതെങ്കിൽ, ലോവർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ബുള്ളി സെറ്റപ്പ് കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പ്രോബബിലിറ്റി വളരെ കൂടുതൽ. കാരണം നമ്മൾ ട്രെൻഡിൻ്റെ ഒപ്പമാണ് പോകുന്നത്, കൗണ്ടർ ട്രേഡ് അല്ല ചെയ്യുന്നത്. അതുപോലെ ബെയറിഷ് ആണ് നിങ്ങൾക്ക് ഹയർ ടൈം ഫ്രെയിം ബയാസ് ആയി കിട്ടുന്നതെങ്കിൽ, ലോവർ ടൈം ഫ്രെയിമിൽ ലുക്ക് ഫോർ സെൽ സെറ്റപ്പ് ആണ്. ബിക്കോസ് ഓഫ് നമ്മളെന്താണ് ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ ട്രെൻഡിൻ്റെ കൂടെയാണ് പോകുന്നത്. ഓക്കെ, ഇനി ഇവിടെ എഴുതിയ എന്താണ്, അവോയ്ഡ് കോൺഫ്ലിക്ട് ട്രേഡ്സ് റെഡ്യൂസ് ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ട്രാപ്ഡ്. അതായത് എന്താണ്, നമ്മൾ ബുള്ളിഷ് ഹയർ ടൈം ഫ്രെയിം നമുക്ക് ബുള്ളിഷ് ആണെങ്കിൽ, ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് സെല്ലാണ് കിട്ടുന്നതെങ്കിൽ എന്താണ് ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ട്രെൻഡിന് ഓപ്പോസിറ്റ് ആണ് പോകുന്നത്. അതെന്താണ് ഒരു സ്കാൽപ്പിംഗ് ആയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ക്വിക്ക് സ്കാൽപ്പ് രീതിയിൽ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഒരു ബെയറിഷ് മാർക്കറ്റിൽ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ ബുള്ളിഷ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ മനസ്സിലാക്കുക അതെന്താണ്, അതൊരു കൗണ്ടർ ട്രേഡ് ആണ്, നമുക്ക് സ്കാൽപ്പ് രീതിയിലെ പരിഗണിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹയർ ടൈം ഫ്രെയിം ബയാസിനെ കുറച്ചുകൂടി സിമ്പിളായിട്ട് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ക്രിക്കറ്റാണ് നടക്കുന്നത്. ഓക്കെ, ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് തന്നെയാണ് നടക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമ്മൾ ഒരു മാച്ചിനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കും, നമ്മൾ പിച്ചിൻ്റെ കണ്ടീഷൻ നോക്കും, വെതർ കണ്ടീഷൻ നോക്കും, ടോസിൻ്റെ ഡിസിഷൻ നോക്കും, പ്ലേയേഴ്സിൻ്റെ കണ്ടീഷൻസും നമ്മളെല്ലാം നോക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ക്രിക്കറ്റ് ഗെയിം തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഇത്രയും കാര്യങ്ങൾ, അതായത് പിച്ചിൻ്റെ കണ്ടീഷൻ, വെതർ കണ്ടീഷൻ, ടോസ് ഡിസിഷൻ, അതേപോലെ പ്ലേയിങ് കണ്ടീഷൻസ് എല്ലാം നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചില രീതിയിൽ നമുക്ക് മനസ്സിലാവും ഈ ടീമിനായിരിക്കും ഡൊമിനൻസി അല്ലെങ്കിൽ ഈ ടീമിനായിരിക്കും ഡൊമിനൻസി. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യുന്ന എന്താണ്, ഒരു ഹയർ ടൈം ഫ്രെയിം ബയാസ് നമ്മൾ അതായത് ട്രേഡ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതാണ് ഒരു ഹയർ ടൈം ഫ്രെയിം ബയാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ ക്രിക്കറ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ പിച്ചും അതുപോലെ വെതർ കണ്ടീഷനും ടോസിൻ്റെ ഡിസിഷനും പ്ലേയിങ് കണ്ടീഷൻസ് എല്ലാം ഒന്ന് നോക്കി വെക്കുന്നു. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഹയർ ടൈം ഫ്രെയിം ബയാസ് ജനറേറ്റ് ചെയ്യുന്നത്? ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് ഡൗൺ അനാലിസിസ് നമ്മൾ എപ്പോഴും എല്ലാ വീക്കിലും സാറ്റർഡേ ആയിട്ട് നമ്മൾ ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യുന്നുണ്ട്. ഈ ടോപ്പ് ഡൗൺ അനാലിസിസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഹയർ ടൈം ഫ്രെയിം ബയാസ് ജനറേറ്റ് ചെയ്യുന്നു എന്നതാണ്. നമ്മൾ ഹയർ ടൈം ഫ്രെയിം ബയാസ് ജനറേറ്റ് ചെയ്ത് നമ്മൾ എന്താണ് ഡൊമിനൻ്റ് ട്രെൻഡ് എന്ന് നമ്മൾ കൺക്ലൂഷനിൽ നമ്മൾ പറഞ്ഞ് അതിൻ്റെ ബേസിലായിരിക്കും നമ്മളുടെ ഓരോ എക്സിക്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പ് ഡൗൺ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ടോപ്പ് ഡൗൺ അനാലിസിസ് ഇൻ ട്രേഡിംഗ് മീൻസ് അനലൈസ് ദ മാർക്കറ്റ് ഫ്രം ഹയർ ടൈം ഫ്രെയിംസ് ടു ലോവർ ടൈം ഫ്രെയിംസ് ടു അലൈൻ ട്രേഡ്സ് വിത്ത് ഡൊമിനൻ്റ് ട്രെൻഡ്. എന്താണ്, നമ്മൾ ഹയർ ടൈം ഫ്രെയിംസിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിംസിൽ മാർക്കറ്റിനെ
അനലൈസ് ചെയ്ത് ലോവർ ടൈം ഫ്രെയിമിലേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എപ്പോഴും എന്തായിരിക്കും സ്റ്റാർട്ട് വിത്ത് ഹയർ ടൈം ഫ്രെയിം, അതായത് വീക്ക്ലി ഡെയിലിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ദ ഓവറോൾ ട്രെൻഡും കീ ലെവൽസും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം മൂവ് ടു മിഡ് ടൈം ഫ്രെയിം, അതായത് 4 ഹവറും 1 ഹവറിലേക്കുമായിട്ട് നമ്മൾ സ്ട്രക്ചർ റിഫൈൻ ചെയ്യുന്നു, ലിക്വിഡിറ്റി സോൺസ് മാർക്ക് ചെയ്യുന്നു. അതിന് ശേഷം എന്താണ്, നമ്മൾ എൻഡർ ഓൺ ലോവർ ടൈം ഫ്രെയിം 15 മിനിറ്റ് 5 മിനിറ്റ്, ഇവിടെ എന്താണ്, ഇവിടെ ഫൈൻഡ് ദ പ്രിസൈസ് എൻട്രി ആൻഡ് കൺഫർമേഷൻ ആണ്. അപ്പോൾ നമ്മുടെ അനാലിസിസ് പോകുന്നത് എപ്പോഴും എന്തായിരിക്കും, നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിലും മീഡിയം ടൈം ഫ്രെയിമിലും ആയിരിക്കും. നമ്മുടെ ലോവർ ടൈം ഫ്രെയിം ഓൺലി ഫോർ എൻട്രി ആൻഡ് എക്സിക്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ലോവർ ടൈം ഫ്രെയിം 50 മിനിറ്റും 5 മിനിറ്റിലെ എക്സിക്യൂഷൻ എന്തിൻ്റെ ബേസിലായിരിക്കും, നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഹയർ ടൈം ഫ്രെയിമിലും മീഡിയം ടൈം ഫ്രെയിമിലും ബയാസിൻ്റെ ബേസിലായിരിക്കും നമ്മളിവിടെ ട്രേഡ് എടുക്കുന്നത്. അതായത് ഹയർ ടൈം ഫ്രെയിമിൽ നമുക്കൊരു ബുള്ളിഷ് ആണ് ട്രെൻഡ് എങ്കിൽ, ഓക്കെ, ലോവർ ടൈം ഫ്രെയിമിൽ എന്തായിരിക്കും, നമുക്ക് ബുള്ളിഷ് സെറ്റപ്പ് കിട്ടുകയാണെങ്കിൽ കഴിയുന്നതും നമ്മൾ റൈഡ് ചെയ്യും. കാരണം എന്താണ്, നമ്മൾ ട്രെൻഡിൻ്റെ കൂടെയാണ് പോകുന്നത്, നമുക്ക് ആ ബുള്ളിഷ് ഡൊമിനൻസി നമുക്ക് എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, എൻഷുർ ട്രേഡ് അലൈൻ വിത്ത് ഹയർ ടൈം ഫ്രെയിം ബയാസ് റെഡ്യൂസിങ് ദ ഫോൾ സെറ്റപ്പ് ആൻഡ് ഇൻക്രീസ് ദ ആക്യുറസി. അതായത് നമ്മൾ ഹയർ ടൈം ഫ്രെയിം ബയാസ് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് എന്താ പ്രൈസ് ആക്ഷൻ ആണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൻ്റെ വ്യൂ എന്താണ്, അതിൻ്റെ ബേസിൽ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആക്യുറസി ഇൻക്രീസ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോൾ സെറ്റപ്സ് റെഡ്യൂസ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ടോപ്പ് ഡൗൺ അനാലിസിസ് മനസ്സിലാവാൻ എന്താണ്, നിങ്ങൾ പ്ലേ ലിസ്റ്റിൽ, നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ നമ്മൾ ICT ടോപ്പ് ഡൗൺ അനാലിസിസ് വെരി ഇമ്പോർട്ടൻറ്റ് കോർ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട്. അത് കണ്ടാൽ ഏകദേശ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ ഇനി A+ സെറ്റപ്പ് എന്താണെന്ന് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ICT പ്രകാരം ഒരു സെറ്റപ്പ് A+ ആവണമെങ്കിൽ 4 കണ്ടീഷൻസ് മാച്ച് ആയിരിക്കണം, അല്ലെങ്കിൽ 4 എലമെൻറ്റ്സ് ഫുൾഫിൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആ 4 എലമെൻറ്റ്സ് എന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾ കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ പറഞ്ഞ ഹയർ ടൈം ഫ്രെയിം ബയാസ് അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം, ചെയ്തിരിക്കണം. ഓക്കെ, നിങ്ങൾ എപ്പോഴും ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഹയർ ടൈം ഫ്രെയിമിൽ എന്താണ് പ്രൈസ് ആക്ഷൻ നടന്നിരിക്കുന്നത്, അതായത് ഡെയിലിയിലും വീക്ക്ലിയിലുമായിട്ട് എന്ത് ട്രെൻഡാണ് ഡൊമിനൻസ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ബേസിലായിരിക്കണം നിങ്ങൾ എക്സിക്യൂഷൻ ലോവർ ടൈം ഫ്രെയിമിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹയർ ടൈം ഫ്രെയിം ബയാസ് നമുക്ക് ജനറേറ്റ് ആയിട്ടുള്ളത് ബുള്ളിഷ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലായിരിക്കണം, ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് ബുള്ളിഷ് എൻട്രി കിട്ടുകയാണെങ്കിൽ അതിന് ഹൈ ആക്യുറസി ആയിരിക്കും, നമുക്ക് ബെയറിഷ് എൻട്രിയാണ് കിട്ടുന്നതെങ്കിൽ അതിന് ലോവർ ആക്യുറസി ആയിരിക്കും. അതായത് നിങ്ങളിപ്പം ഹയർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് എന്താണ്, ഹയർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ഇനി ബെയറിഷ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അതായത് ഡെയിലിയിലും വീക്ക്ലിയിലും നിങ്ങൾ നോക്കിയിട്ട് ഒരു ഡൗൺ ട്രെൻഡ് ആണ് നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആവുന്നത് എങ്കിൽ നിങ്ങൾ ലോവർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ആക്യുറസി കിട്ടുന്ന ട്രേഡ് എപ്പോഴും സെൽ എൻട്രി ആയിരിക്കും. കാരണം നമ്മൾ ട്രെൻഡിൻ്റെ കൂടെയാണ് പോകുന്നത്. ബൈ എൻട്രി എന്ന് പറയുന്നത് അവിടെ കൗണ്ടർ ട്രെൻഡ് ആയിരിക്കും. നിങ്ങൾക്ക് ലോജിക്ക് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ടോപ്പ് ഡൗൺ അനാലിസിസ് കൂടുതൽ ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ A+ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ആ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിം അല്ലെങ്കിൽ മീഡിയം ടൈം ഫ്രെയിമിലെ കീ ലെവൽ മിറ്റിഗേഷൻ നടന്നിരിക്കണം. ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിമോ മീഡിയം ടൈം ഫ്രെയിമോ ആയിട്ടുള്ള ടൈം ഫ്രെയിമിലുള്ള കീ ലെവൽസ് മിറ്റിഗേറ്റ് ആയിരിക്കണം. ഓക്കെ, രണ്ടാമത്തേന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് പാറ്റേൺ അവിടെ ക്രിയേറ്റ് ആയിരിക്കണം. മൂന്നാമത്തേന്ന് പറയുന്നത് ഇൻഡ്യൂസ്മെന്റ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് അവിടെ നടന്നിരിക്കണം. നാലാമതെന്ന് പറയുന്നത് സോളിഡ് റിസ്ക് റിവാർഡ് റേഷ്യോ അവിടെ നടന്നിരിക്കണം. ഈ ഒരു 4 എലമെന്റ്സ് കൂടി ചേരുന്ന സമയത്ത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ബെയറിഷ് A+ സെറ്റപ്പും വാലിഡ് ആയിട്ടുള്ള ബുള്ളിഷ് A+ സെറ്റപ്പും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു 4 പോയിന്റ് മനസ്സിലാക്കുന്നതിന് മുമ്പ് 4 ഒന്ന് മനസ്സിലാക്കുക. ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ അല്ലെങ്കിൽ മീഡിയം ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേഷൻ നടന്നിരിക്കണം. വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് പാറ്റേൺ നമുക്ക് ഉണ്ടായിരിക്കണം. ഇൻഡ്യൂസ്മെന്റ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സോളിഡ് റിസ്ക് റിവാർഡ് റേഷ്യോ ആയിരിക്കണം. വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, മാർക്കറ്റിൽ ഇന്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി അൽഗോരിതം എന്ന് പറയുന്നത് പോലെ യൂട്യൂബിനും ഒരു അൽഗോരിതം ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് ആത്മാർത്ഥമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ A+ സെറ്റപ്പിൻ്റെ ആദ്യത്തെ എലമെൻ്റ് ആയിട്ടുള്ള ഹയർ ടൈം ഫ്രെയിം അല്ലെങ്കിൽ മീഡിയം ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേഷൻ നോക്കിയാൽ അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയായിരിക്കും? ഹയർ ടൈം ഫ്രെയിം അല്ലെങ്കിൽ മീഡിയം ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേഷൻ റെഫേഴ്സ് ടു price revisiting significant levels like PDRS or liquidity pool on the higher time frame അല്ലെങ്കിൽ medium time frame such as hourly, daily, weekly ആഫ്റ്റർ ബ്രേക്കിംഗ് ഓർ മിറ്റിഗേറ്റ് ആൻഡ് റിവേഴ്സ് ദ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹയർ ടൈം ഫ്രെയിം അല്ലെങ്കിൽ മീഡിയം ടൈം ഫ്രെയിം മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഡെയിലി,
അതുപോലെ വീക്ക്ലി ടൈം ഫ്രെയിംസിനെ നമുക്ക് ഹയർ ടൈം ഫ്രെയിംസ് ആയിട്ട് എടുക്കാം. നമുക്ക് മീഡിയം ടൈം ഫ്രെയിംസ് ആയിട്ട് നമുക്ക് ഹവർലി ടൈം ഫ്രെയിംസ് എടുക്കാം, അതായത് 1 അവർ, അതുപോലെ തന്നെ 4 അവർ. ഇതൊക്കെ നമുക്ക് ഒരു മീഡിയം ടൈം ഫ്രെയിം ആയിട്ട് എടുക്കാം. ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് നമുക്ക് മിനിറ്റ്സ് ആയിട്ട് എടുക്കാം. മിനിറ്റ്സ്, അതായത് 15 മിനിറ്റ്സ്, 5 മിനിറ്റ്സ്, അതുപോലെ 3 മിനിറ്റ്സ്, ഈവൻ 1 മിനിറ്റ്സ്, ഈവൻ സെക്കൻഡ്സ് എല്ലാം നമുക്ക് ലോവർ ടൈം ഫ്രെയിംസ് ആണ്. ഓക്കെ, അപ്പോൾ ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി, വീക്ക്ലി ആയിട്ട് എടുക്കാം. ഡെയിലിയിലും വീക്ക്ലിയിലായിരിക്കണം നമ്മൾ ഹയർ ടൈം ഫ്രെയിം ബയാസ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതിനുശേഷം മീഡിയം ടൈം ഫ്രെയിംസ് എന്ന് പറയുന്നത് നമുക്ക് ഹവർലി ടൈം ഫ്രെയിംസിനെ നമുക്ക് മീഡിയം ടൈം ഫ്രെയിംസ് ആയിട്ട് എടുക്കാം. ലോവർ ടൈം ഫ്രെയിംസ് എന്ന് പറയുന്നത് നമുക്ക് മിനിറ്റ്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം ഫ്രെയിംസിനെ കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഹയർ ടൈം ഫ്രെയിം, മീഡിയം ടൈം ഫ്രെയിംസ് എന്ന് പറയുന്നത് ഡെയിലി, വീക്ക്ലി, ഹവർലി, അതാണ് നമ്മളിവിടെ കൊടുത്തത്. ഡെയിലി, വീക്ക്ലി, ഹവർലി. ഹവർലി എന്ന് പറയുന്നത് മീഡിയം ടൈം ഫ്രെയിം, ഡെയിലി ആൻഡ് വീക്ക്ലി എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ബേസിൽ നമുക്ക് ഒന്നുകൂടി ഡെഫിനിഷൻ വായിച്ച് നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. Higher time frame, medium time frame, key level mitigation. Mitigation refers to price revisit the significant level. ഓക്കെ, ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിലും മീഡിയം ടൈം ഫ്രെയിമിലും നമുക്ക് കിട്ടുന്ന ഈ സിഗ്നിഫിക്കൻറ്റ് കീ ലെവൽ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ലെവൽസ് എന്തായിരിക്കാം? ഒരു PDRA ആയിരിക്കാം. ഓക്കെ, PDRA ആയിരിക്കാം. എന്തൊക്കെയായിരിക്കും PDRA? ഒരു ORB ആയിരിക്കാം, ഒരു ഓർഡർ ബ്ലോക്ക് ആയിരിക്കാം. അതുപോലെ ഒരു FEG ആയിരിക്കാം. അതുപോലെ ചിലപ്പോൾ ഒരു ബ്രേക്കർ ബ്ലോക്ക് ആയിരിക്കാം. അതുപോലെ തന്നെ ഒരു റിജക്ഷൻ ബ്ലോക്ക് ആയിരിക്കാം. എന്തുമായിരിക്കാം. ഇത് ഏത് ടൈം ഫ്രെയിമിൽ കിട്ടണം? ഒന്നെങ്കിൽ ഹവർലി, അല്ലെങ്കിൽ ഡെയിലി, അല്ലെങ്കിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ കിട്ടണം. ഓക്കെ, ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻട്രാഡേ ബേസിൽ നോക്കുന്നത് ഹവർലിയും ഡെയിലിയും ആണ്. അതിൽ കൂടുതൽ ആളുകൾ നോക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ കിട്ടുന്നത് നമുക്ക് ഹവർലി ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് മീഡിയം ടൈം ഫ്രെയിം, കീ ലെവൽ മിറ്റിഗേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈക്ക് PDRAs, ഇതെല്ലാമാണ് PDRAs. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി പൂൾ ആണ്. ലിക്വിഡിറ്റി പൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഹവർലി, ഡെയിലി, വീക്ക്ലിയിൽ കിട്ടുന്ന ലിക്വിഡിറ്റി പൂൾഡ് ആയിട്ടുള്ള ഏരിയ, അതായത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, അതുപോലെ തന്നെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, ലിക്വിഡിറ്റി പൂൾസ് എപ്പോഴും എന്തായിരിക്കും? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന PDRAs, ഓക്കെ, PDRAs അതുപോലെ ലിക്വിഡിറ്റി പൂൾസ് ആണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് കീ ലെവൽ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിലും മീഡിയം ടൈം ഫ്രെയിമിലും കിട്ടുന്ന ഈ കീ ലെവലിനെ ബ്രേക്ക് ചെയ്തോ അല്ലെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്തോ റിവേഴ്സ് ഡയറക്ഷൻ തരണം, അല്ലെങ്കിൽ റിവേഴ്സിൽ തരണം. അതായത് ഇവിടെ നോക്കും നിങ്ങൾ, ആഫ്റ്റർ ബ്രേക്കിംഗ് ആൻഡ് റിവേഴ്സ്, അതുപോലെ മിറ്റിഗേറ്റ് ആൻഡ് റിവേഴ്സ് ദ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ എപ്പോഴും PDRAs എപ്പോഴും എങ്ങനെയായിരിക്കും? മിറ്റിഗേറ്റ് ആൻഡ് റിവേഴ്സ് ആയിരിക്കും. മിറ്റിഗേറ്റ് ചെയ്ത് റിവേഴ്സ് ആയിരിക്കും. അതുപോലെ കീ ലെവൽ എന്ന് പറയുന്ന ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എങ്ങനെയായിരിക്കും? ബ്രേക്കിംഗ് ആൻഡ് റിവേഴ്സ് ആയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ? നോക്കൂ നിങ്ങൾ, ആഫ്റ്റർ ബ്രേക്കിംഗ് ഓർ മിറ്റിഗേറ്റ് ആൻഡ് ദെൻ റിവേഴ്സ് ദ ഡയറക്ഷൻ. അതായത് നമ്മളിവിടെ പറഞ്ഞതുപോലെ ലൈക്ക് PDRAസിലാവുമ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കും? മിറ്റിഗേറ്റ് ചെയ്ത് റിവേഴ്സ്, അതാണ് ഇവിടെ മിറ്റിഗേറ്റ് ആൻഡ് റിവേഴ്സ് ദ ഡയറക്ഷൻ എന്ന് പറഞ്ഞത്. അതുപോലെ ഇവിടെ നമ്മൾ നോക്കിയാൽ ലിക്വിഡിറ്റി പൂൾസ് എപ്പോഴും റിവേഴ്സ് ആവുന്നത് എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ ലിക്വിഡിറ്റി പൂൾഡായിട്ടുള്ള ഒരു കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്ത് റിവേഴ്സ് ആവുന്നത് എങ്ങനെയായിരിക്കും? അതിനെ ബ്രേക്ക് ചെയ്ത് റിവേഴ്സ് ആകുക. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്ന ഈ ഓരോ ഫോട്ടോസും അല്ലെങ്കിൽ നീ കാണുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിമോ ഒരു മീഡിയം ടൈം ഫ്രെയിമിലോ കിട്ടിയ ഒരു PDRA മിറ്റിഗേറ്റ് ചെയ്തിട്ട് റിവേഴ്സിൽ കാണിച്ചതാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, മിറ്റിഗേറ്റ് ആൻഡ് റിവേഴ്സ്. ഓക്കെ, മിറ്റിഗേറ്റ് ആൻഡ് റിവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റൗണ്ട് ചെയ്ത കാര്യം നോക്കൂ, ഇതാണ് മിറ്റിഗേഷൻ ആൻഡ് റിവേഴ്സൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കീ ലെവലായിട്ടുള്ള ഒരു ലിക്വിഡിറ്റി പൂൾ ആണ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു PDRA മിറ്റിഗേറ്റ് ചെയ്താണ് റിവേഴ്സ് ആയിട്ടുള്ളത്. ഇവിടെ ഇതും ഒരു കീ ലെവൽ തന്നെയാണ്. പക്ഷേ ഈ കീ ലെവൽ എന്ന് പറയുന്നത് ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്താണ് ചെയ്തിട്ടുള്ളത്? ബ്രേക്ക് ചെയ്ത് ദെൻ റിവേഴ്സ് ദ ഡയറക്ഷൻ. ഓക്കെ, പ്രൈസ് ബ്രേക്ക് ചെയ്ത് ദെൻ റിവേഴ്സ് ദ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ റൗണ്ട് ചെയ്തതും ഒരു കീ ലെവൽ മിറ്റിഗേഷൻ തന്നെയാണ്. ഇവിടെ മിറ്റിഗേറ്റ് ചെയ്തത് ഒരു ലിക്വിഡിറ്റി പൂളാണ്. ഈ ലിക്വിഡിറ്റി പൂളിന് പറയുന്ന പേര് എന്ന് പറയുന്നത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. തൊട്ട് മുകളിൽ ആദ്യം ഞാൻ കാണിച്ചിട്ടുള്ളത്
ഒരു ഹയർ ടൈം ഫ്രെയിം അല്ലെങ്കിൽ മീഡിയം ടൈം ഫ്രെയിമിലുള്ള ഒരു PDRA തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു PDRA, അതായത് ഹയർ ടൈം ഫ്രെയിമിലോ മീഡിയം ടൈം ഫ്രെയിമിലോ ഉള്ള, അതായത് വീക്ക്ലി ടൈം ഫ്രെയിമിലോ ഡെയിലി ടൈം ഫ്രെയിമിലോ ഈവൻ ഹയർ ടൈം ഫ്രെയിമിലും കിട്ടിയിട്ടുള്ള ഒരു PDRA മിറ്റിഗേറ്റ് ചെയ്താണ് റിവേഴ്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മിറ്റിഗേറ്റ് ആൻഡ് റിവേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത ഏരിയ തന്നെയാണ് മിറ്റിഗേറ്റ് ആൻഡ് റിവേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്തിട്ടാണ് റിവേഴ്സ് ചെയ്തിരിക്കുന്നത്. ഈ ഏരിയ എന്ന് പറയുന്നതും എന്താണ്, കീ ലെവൽ മിറ്റിഗേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, നിങ്ങൾ ഹയർ ടൈം ഫ്രെയിം ബയാസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഹയർ ടൈം ഫ്രെയിംസിലുള്ള കീ ലെവൽസ് കൂടി നിങ്ങൾ മാർക്ക് ചെയ്തു വെക്കല്ലോ. ആ കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്ത് റിവേഴ്സൽ ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ഒരു A+ സെറ്റപ്പ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇവിടെ എപ്പോഴും പറഞ്ഞതുപോലെ ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേഷൻസ് എപ്പോഴും ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു A+ സെറ്റപ്പിന് കിട്ടിയിരിക്കണം. ഒന്നുകൂടി പറയാണ്, ഒരു A+ സെറ്റപ്പിന് എപ്പോഴും എന്താണ്, ഒരു ഹയർ ടൈം ഫ്രെയിം അല്ലെങ്കിൽ ഒരു മീഡിയം ടൈം ഫ്രെയിം കീ ലെവൽ എന്തായിരിക്കാം, ഒരു PDRA ആയിരിക്കാം, ഈവൻ ചിലപ്പോൾ ഒരു ലിക്വിഡിറ്റി പൂൾ ആയിരിക്കണം, അതിൻ്റെ ഒരു മിറ്റിഗേഷൻ നടന്നിരിക്കണം. മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, PDRA എന്ന് പറയുന്നത് മിറ്റിഗേഷൻ നടന്ന് റിവേഴ്സൽ കിട്ടും. ലിക്വിഡിറ്റി പൂൾ ആണെങ്കിൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം റിവേഴ്സൽ കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മളുടെ രണ്ടാമത്തെ എലമെൻസിലേക്ക് കടക്കുകയാണ്, വാലിഡ് OB പാറ്റേൺ അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള OB ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ എലമെൻറ്റ് പറയുന്നതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ ഫസ്റ്റ് എലമെൻറ്റ് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ, നമുക്ക് ഹയർ ടൈം ഫ്രെയിമോ മീഡിയം ടൈം ഫ്രെയിം ആയിട്ടുള്ള കീ ലെവൽ മിറ്റിഗേഷൻ നടന്നിരിക്കണം, വെരി കമ്പൽസറി. ഡെയിലി വീക്ക്ലി നിങ്ങൾക്ക് ഹയറിൽ ഉൾപ്പെടുത്താം, ഹവർലി ടൈം ഫ്രെയിം നിങ്ങൾക്ക് മീഡിയം ടൈം ഫ്രെയിമിൽ ഉൾപ്പെടുത്താം. ഈ ഹയർ ടൈം ഫ്രെയിമിലും മീഡിയം ടൈം ഫ്രെയിമിലും നമുക്ക് കിട്ടുന്ന സിഗ്നിഫിക്കൻറ്റ് കീ ലെവൽ ചിലപ്പോൾ ഒരു PDRA ആയിട്ടായിരിക്കാം കിട്ടുന്നത്, ഒരു ലിക്വിഡിറ്റി പൂൾ ആയിട്ടായിരിക്കാം കിട്ടുന്നത്. PDRA ആയിട്ട് കിട്ടുകയാണെന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നിങ്ങൾക്ക് ഹയർ ടൈം ഫ്രെയിമിലോ മീഡിയം ടൈം ഫ്രെയിമിലോ ഓർഡർ ബ്ലോക്ക് ആയിരിക്കും കിട്ടുന്നത്, ഫെയർ വാല്യൂ ഗ്യാപ്സ് ആയിരിക്കും കിട്ടുന്നത്, ബ്രേക്കർ ബ്ലോക്ക് ആയിരിക്കാം കിട്ടുന്നത്, റിജക്ഷൻ ബ്ലോക്ക് ആയിരിക്കാം കിട്ടുന്നത്, വാക്യൂം ബ്ലോക്ക് ആയിട്ടായിരിക്കും കിട്ടുന്നത്, വെനവർ എന്തുമായിട്ട് കിട്ടാം, ഈവൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആയിട്ടും ചിലപ്പം കിട്ടാം. ഓക്കെ, ഇതെപ്പോഴും എങ്ങനെയാണ്, മിറ്റിഗേറ്റ് ചെയ്ത് റിവേഴ്സൽ ആയിരിക്കും ചെയ്യുന്നത് PDRA. ലിക്വിഡിറ്റി പൂൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂൾ ആയിരിക്കും, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂൾ ആയിരിക്കും. ഇത് മിറ്റിഗേറ്റ് ആണോ, അല്ല, ഇത് ബ്രേക്ക് ചെയ്ത്, അതായത് മിറ്റിഗേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും റിവേഴ്സൽ, അതായത് മുഴുവനായിട്ട് ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് ഏത് ലിക്വിഡിറ്റി പൂളിൽ. ഓക്കെ, അപ്പം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാലിഡ് OB പാറ്റേൺ ആണ്. ഓക്കെ, ഈ വാലിഡ് OB പാറ്റേൺ നമ്മൾ ഡെഫിനിഷൻ രീതിയിൽ എഴുതാതെ ഒരു 3 പോയിന്റ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണ്, ഓർഡർ ബ്ലോക്ക് എപ്പോഴും എന്തായിരിക്കും, ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ആയിരിക്കും. ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെലിവറി നമുക്ക് മുന്നോട്ടേക്ക് പറയുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തെന്താണ്, ഇറ്റ് ഈസ് എൻ ഏരിയ വേർ ദെയർ ആർ എ ലോട്ട് ഓഫ് ഓർഡേഴ്സ് ടു ബി എക്സിക്യൂട്ടഡ്. ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഒരുപാട് ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ലാർജ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ബാങ്ക്സ്, മ്യൂച്വൽ ഫണ്ട്സ്, AMCs. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്ന ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈസ് എൻ ഏരിയ വെർ യു ക്യാൻ ബൈ യോർ സെൽ അറ്റ് എ ഗുഡ് എൻട്രി. നമുക്ക് നല്ല രീതിയിൽ എൻട്രി കിട്ടുന്ന ഒരു ഏരിയ ആണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇതിനെ കൺക്ലൂഡ് ചെയ്ത് എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഓർഡർ ബ്ലോക്ക് ഇസ് എൻ എക്സ്ട്രീം കാൻഡിൽ ദാറ്റ് കംസ് ജസ്റ്റ് ബിഫോർ ദ എക്സ്ട്രീം FEG ആൻഡ് ഷുഡ് ഹാവ് ദ 3 ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയാസ്. ഒരു ഓർഡർ ബ്ലോക്ക് വാലിഡ് ആവണമെങ്കിൽ ഒരു 3 ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയാസ് ഇവിടെ മാച്ച് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ A+ സെറ്റപ്പ് മാച്ച് ആവണമെങ്കിൽ 4 എലമെൻസോ അല്ലെങ്കിൽ 4 ക്രൈറ്റീരിയോ മാച്ച് ആവണം. അതിൽ രണ്ടാമത്തെ ക്രൈറ്റീരിയ ആണ് നമ്മളിവിടെ പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ എലമെൻ്റ് ആണ് ഇവിടെ പറഞ്ഞത്, വാലിഡ് ഓർഡർ ബ്ലോക്ക് പാറ്റേൺ. ഇനി ഈ വാലിഡ് ഓർഡർ ബ്ലോക്ക് പാറ്റേൺ വാലിഡ് ആവണമെങ്കിൽ 3 ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയാസ് മാച്ച് ആവണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഓർഡർ ബ്ലോക്ക് ഒരു റൗണ്ട് ഇട്ട് 3 വര ഇട്ട് ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പ് ആണ്. ലിക്വിഡിറ്റി സ്വീപ്പ് ഇല്ലാതെ കിട്ടുന്ന ഓർഡർ ബ്ലോക്ക് എല്ലാം ട്രാപ്പായിരിക്കും. അത് ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് FEG. ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് FEG എന്ന് പറയുമ്പോൾ എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയ സമയം തന്നെ പ്രൈസ് സഡൻ ആയിട്ട്, നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എൻഗുൾഫ് രീതിയിൽ പ്രൈസ് മുകളിലേക്ക് പോകും വിത്ത് ഒരു FEG ക്രിയേറ്റ് ചെയ്ത്. ഓക്കെ, മൂന്നാമത്തേതെന്ന് പറയുന്നത് സ്ട്രക്ചർ ബ്രേക്ക് അല്ലെങ്കിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് വിത്ത് ബോഡി ക്ലോസ്. ഇവിടെ ബോഡി ക്ലോസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റോ ഒരു സ്ട്രക്ചർ ബ്രേക്കോ നമുക്ക് ബോഡി ക്ലോസോട് കൂടി കിട്ടുക എന്ന് പറയുമ്പോൾ അവിടെ ഡൊമിനൻസിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ്ലി നോട്ട് ചെയ്ത് വെക്കുക, ഒരു ഓർഡർ ബ്ലോക്ക് വാലിഡ് ആണെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ്, ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് FEG, അതുപോലെ സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസോട് കൂടി കിട്ടണം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ആദ്യം തന്നെ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ബെയറിഷ് ഓർഡർ ബ്ലോക്കിൽ ആദ്യം തന്നെ എന്താണ്, നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, നമുക്കെന്താണ് ഒരു 2 ഹൈസിനെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഏരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പാണ്. ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയ സമയത്ത് തന്നെ കിട്ടിയ റിവേഴ്സൽ നോക്ക് നിങ്ങൾ റിവേഴ്സൽ മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം സ്ട്രോങ് റിവേഴ്സൽ ബിക്കോസ് ഓഫ് അതെന്താണ്, ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് നമുക്ക് മുകളിലേക്ക് പോകാൻ 1 2 3 4 ക്യാൻഡിൽ എടുത്തു, പക്ഷെ പെട്ടെന്ന് തന്നെ അവിടെ മുകളിലെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് സഡൻ ആയിട്ട് 2 ക്യാൻഡിൽ കൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഈ മുഴുവൻ ഏരിയനെ കവർ ചെയ്തു. ഓക്കെ, ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം സഡൻ ആയിട്ടുള്ള ഒരു റിവേഴ്സലിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റിൽ ഉണ്ടാവും എന്ത് വേണം, ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് FEG വേണമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു ഏരിയ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് FEG. ഈ ആരോ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ലിക്വിഡിറ്റി സ്വീപ്പ്. ഈ ഏരോ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് FEG. അതുപോലെ ഈ ഏരോ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സ്ട്രക്ചർ ബ്രേക്ക് അല്ലെങ്കിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് വിത്ത് ബോഡി ക്ലോസ്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ആ എക്സ്ട്രീം ക്യാൻഡിലിനെ നമ്മളെന്താണ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇതിന് എന്താണ്, ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, 3 പോയിന്റ്സ്, ലിക്വിഡിറ്റി സ്വീപ്പ്, ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് FEG, അതിനുശേഷം സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ്. ഇതാണ് ആക്ച്വലി എന്താണ്, ഒരു ബെയറിഷ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഇനി ബുള്ളിഷ് ആയിട്ടുള്ള വാലിഡ് ഓർഡർ ബ്ലോക്ക് നോക്കുക നിങ്ങൾ. ആദ്യം തന്നെ നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം എന്താണ്, സഡൻ ആയിട്ട് പ്രൈസ് എന്ത് ചെയ്തു, മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇതിനാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ക്യാൻഡിൽസ് അല്ലെങ്കിൽ സ്ട്രോങ് ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ. അതായത് നിങ്ങൾ നോക്കൂ, 1 2 3 4 ക്യാൻഡിൽസ് എടുത്തു ഈ ഒരു ലെവൽ താഴേക്ക് വരാൻ. 2 ക്യാൻഡിലോട് കൂടിയിട്ട് ഇതിനെ മൊത്തം ഡൊമിനൻസി ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ ഈ ആരോ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പ് ആണെങ്കിൽ ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് FEG ആണ്. ഈ ആരോ എന്താണ്, സ്ട്രക്ചർ ബ്രേക്ക് ഓർ സ്ട്രക്ചർ ഷിഫ്റ്റ് വിത്ത് ബോഡി ക്ലോസ്. ഓക്കെ, അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിലിൽ നമുക്ക് എന്താണ്, ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ് പഠിച്ചു. ഒന്ന് എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിം അല്ലെങ്കിൽ മീഡിയം ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേഷൻ, രണ്ടാമത്തത് വാലിഡ് ഓർഡർ ബ്ലോക്ക് പാറ്റേൺ. മനസ്സിലായല്ലോ? അങ്ങനെ നമ്മൾ 3ാമത്തെ എലമെന്റ് പഠിക്കാൻ വേണ്ടി പോവാണ്, ഇൻഡ്യൂസ്മെന്റ് ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് പറയുന്നതിന് തൊട്ട് മുന്നേ പറഞ്ഞ 2 സ്ലൈഡും ഒന്നുകൂടി പറയാണ്. ആദ്യം തന്നെ ഹയർ ടൈം ഫ്രെയിം, മീഡിയം ടൈം ഫ്രെയിം ലെവൽ മിറ്റിഗേഷൻ. എന്ത് ലെവൽ, കീ ലെവൽ മിറ്റിഗേഷൻ. രണ്ടാമത് വെരി ഇമ്പോർട്ടൻ്റ്, അത് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ക്രിയേറ്റ് ആവണം, അവിടെ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവണം. എന്തൊക്കെയാണ് ഓർഡർ ബ്ലോക്ക് വാലിഡ് ആവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് 3 എലമെന്റ് ഓർ 3 ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ പറഞ്ഞു. റിലേറ്റീവ് ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻഡ്യൂസ്മെന്റ് ലിക്വിഡിറ്റി ആണ്. ഇൻഡ്യൂസ്മെന്റ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നോക്കൂ നിങ്ങൾ ഇവിടെ ഡെഫിനിഷൻ എഴുതി വെച്ചത്. Inducement liquidity occurs when the market creates false signals to induce traders into wrong positions. Okay, inducement create ചെയ്യുന്നതിനാണ്, ട്രേഡേഴ്സിനെ റോങ് പൊസിഷൻസ് എടുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഫോൾസ് സിഗ്നൽസിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്മെന്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇൻഡ്യൂസ്മെന്റ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. എന്തിനു വേണ്ടി, generate more liquidity, cause confusion among traders and increase the chance of market reversal. ഇതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പോയിന്റ്സ് നമ്മൾ ഈ ഒരു ഡെഫിനിഷനിൽ പറഞ്ഞു. എന്താണ് ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയുന്നത്? 3 പോയിന്റ്സ് നമുക്ക് മാർക്ക് ചെയ്യാം. 1 2 3. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഡ്യൂസ്മെന്റ് ലിക്വിഡിറ്റി ഒക്യൂർ ദ മാർക്കറ്റ് ക്രിയേറ്റ് ഫോൾസ് സിഗ്നൽസ് ടു ഇൻഡ്യൂസ് ട്രേഡേഴ്സ് ഇൻ ടു റോങ് പൊസിഷൻ. ഓക്കെ, ട്രേഡേഴ്സിനെ റോങ് പൊസിഷൻസിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആ ഫോൾസ് സിഗ്നലിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്മെന്റ് അല്ലെങ്കിൽ IDX എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് എന്താണ്, ഇത് ആരാ ചെയ്യുന്നത്, ലാർജ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത് എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തേന്ന് പറയുന്നത് എന്താണ്, ക്രിയേറ്റ് ഓർ ജനറേറ്റ് മോർ ലിക്വിഡിറ്റി, ക്രിയേറ്റ് കൺഫ്യൂഷൻ അമോങ് ട്രേഡേഴ്സ് ആൻഡ് ഇൻക്രീസ് ദ ചാൻസ് ഓഫ് റിവേഴ്സൽ. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമുക്ക് അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ മോർ ഡെപ്ത് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഹയർ ലെവൽ അല്ലെങ്കിൽ മീഡിയം ടൈം ഫ്രെയിം അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിം, മീഡിയം ടൈം ഫ്രെയിം, കീ ലെവൽ മിറ്റിഗേഷൻ നമുക്ക് കിട്ടി. നമുക്ക് അവിടെ മിറ്റിഗേഷന് ശേഷം നമുക്കൊരു വാലിഡ് ഓർഡർ ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഓർഡർ ബ്ലോക്ക് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ, നമുക്ക് അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി എന്ന് വിചാരിക്കുക. ഓക്കെ, ഓർഡർ ബ്ലോക്ക് നമുക്ക് ഇവിടെ കിട്ടി. ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്യുന്നതിന് മുന്നേ, അതായത് ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്താണ്, അത് മിറ്റിഗേറ്റ് ചെയ്യാതെ ഒരു ഷാർപ്പ് മൂവ്, അതായത് ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് FEG എന്നുള്ള രീതിയിൽ നമുക്കൊരു മൂവ് താഴേക്ക് വരികയാണ്.
ആ മൂവ് എന്തായിരിക്കാം, ഒരു ഹൈ ആയിട്ടോ ഒരു ഈക്വൽ ഹൈ ആയിട്ടോ നമുക്ക് വരികയാണെന്ന് വിചാരിക്കുക. ഇവിടെ ആക്ച്വലി എന്താണ് ഇവിടെ ഇവിടെ എന്താണ് ഇവിടെ ജനറേറ്റ് മോർ ലിക്വിഡിറ്റി എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്താണ്, ഓർഡർ ബ്ലോക്കിൽ എൻട്രി, ഓർഡർ ബ്ലോക്കിൻ്റെ മുകളിൽ SL, നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്താണ്, അവിടെയായിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏതൊരു ട്രേഡറും എന്താണ്, നമ്മൾ ഓർഡർ ബ്ലോക്കിലേക്ക് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും. പക്ഷെ ഓർഡർ ബ്ലോക്കിൻ്റെ മുന്നേ വന്ന് പ്രൈസ് റിവേഴ്സൽ ആവുന്ന സമയത്ത് എന്താവാം, അവിടെ മാർക്കറ്റിൽ എന്താവും, ട്രേഡേഴ്സിൻ്റെ അമംഗ് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്രൈസ് റിവേഴ്സായി. അതിനർത്ഥം എന്താണ്, ഇവിടെ എഗെയിൻ എന്ത് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും, ഒരു സോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഓൾഡ് സോൺ ഒഴിവാക്കിയിട്ട് നമുക്ക് ന്യൂ സോൺസ് കൺസിഡർ ചെയ്യാം. ചിലപ്പോൾ എന്തായിരിക്കാം, ലോവർ ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് എന്തായിരിക്കാം, ഒരു ലിക്വിഡിറ്റി പൂളായിട്ടായിരിക്കും ഇത് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇൻഡെപ്തിൽ ഒന്നുകൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ മാർക്ക് ചെയ്ത ഏരിയനെ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയും. ഓക്കെ, വീണ്ടും പറഞ്ഞതുപോലെ എന്താണ്, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കൂ, നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കിട്ടി. ഓർഡർ ബ്ലോക്ക് കിട്ടിയത് എങ്ങനെയാണ്, നമ്മളുടെ ഹയർ ടൈം ഫ്രെയിം അല്ലെങ്കിൽ മീഡിയം ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേഷൻ കിട്ടി, നമുക്ക് ഒരു വാലിഡ് ഓർഡർ ബ്ലോക്ക് കിട്ടി. നമ്മളെന്താണ്, ആ ഓർഡർ ബ്ലോക്കിൽ എൻട്രി, SL, നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഏതാണ്, അവിടെ നമ്മൾ ടാർഗറ്റ് നമ്മൾ മെൻ്റലി അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ എന്താണ്, പ്രൈസ് ആ ഓർഡർ ബ്ലോക്കിലേക്ക് എത്തുന്നതിന് മുന്നേ എന്താണ്, ഓർഡർ ബ്ലോക്കിൻ്റെ തൊട്ട് മുന്നേ പ്രൈസ് എന്ത് ചെയ്യുന്നു, താഴേക്ക് റിവേഴ്സലായി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മീൻസ് ഇംപേഷ്യൻ്റ് ആയിട്ടുള്ള ട്രേഡേഴ്സ് അവരാണ് കൂടുതൽ ട്രാപ്പിൽ വരുന്നത്. ഓക്കെ, റൂൾസ് ഫോളോ ചെയ്യാത്ത അല്ലെങ്കിൽ ഇംപേഷ്യൻ്റ് ആയിട്ടുള്ള ട്രേഡേഴ്സ് എന്ത് ചെയ്യും, ഇതിനെ എഗെയിൻ ഒരു സോണായിട്ട് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യും, പ്രൈസ് ഇനി എന്ത് ചെയ്യും, ഈ ഒരു സോണിലേക്ക് വന്നതിന് ശേഷം പ്രൈസ് ഈ താഴേക്ക് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റിയിലേക്ക് വരും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഓർഡേഴ്സ് അവിടെ പ്ലേസ് ചെയ്ത് വെക്കും. ആക്ച്വലി എന്തായിരിക്കും അവിടെ നടക്കുന്നത്, പ്രൈസ് നേരെ ആ ക്രിയേറ്റ് ചെയ്ത സോണ് ഫെയിലർ ചെയ്ത് നമ്മൾ ആദ്യം പറഞ്ഞ സോണിലേക്ക് മിറ്റിഗേറ്റ് ചെയ്ത് അവിടെ നിന്ന് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഏതാണ് ആ ഏരിയയിലേക്ക് പോകും. ഇവിടെ ആക്ച്വലി നടന്നത് എന്താണ്, നമ്മളുടെ ഹയർ ടൈം ഫ്രെയിം മീഡിയം ടൈം ഫ്രെയിമിൽ നമുക്ക് കിട്ടിയ കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ വാലിഡ് ഓർഡർ ബ്ലോക്കിൻ്റെ തൊട്ടു മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇൻഡ്യൂസ്മെൻ്റ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഡ്യൂസ്മെൻ്റ്, അപ്പോൾ ഇവിടെ നടന്ന ഈ ഒരു ആക്ടിവിറ്റിക്ക് പറയുന്ന പേരാണ് ഇൻഡ്യൂസ്മെൻ്റ്. ഇത് എന്തിനാണ് ചെയ്തത്, ജനറേറ്റ് മോർ ലിക്വിഡിറ്റി. ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ മുകളിൽ ഒരുപാട് ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ കൺഫ്യൂഷൻ അമംഗ് ട്രേഡേഴ്സിൻ്റെ ഉള്ളിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ദിസ് ഈസ് ദ ചാൻസ് ഓഫ് ആൻഡ് ഇൻക്രീസ് ദ ചാൻസ് ഓഫ് മാർക്കറ്റ് റിവേഴ്സൽ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ഇൻഡ്യൂസ്മെൻറ്റിനെ നമ്മളൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ആദ്യത്തെ കണ്ടീഷനിൽ പറഞ്ഞ ഹയർ ടൈം ഫ്രെയിം മീഡിയം ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേഷനിൽ കിട്ടിയ വാലിഡ് ഓർഡർ ബ്ലോക്കിൻ്റെ മുകളിലോ താഴെയോ, അതായത് നമ്മളുടെ ബെയറിഷ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ അതിൻ്റെ താഴെയോ, ബുള്ളിഷ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കാണ് കിട്ടിയെങ്കിൽ അതിൻ്റെ മുകളിലോ ഇതുപോലെ ഒരു ഹൈ ഓർ ലോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ദിസ് ഈസ് എ ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ മനസ്സിലാക്കണം അത് ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ തൊട്ട് മുകളിൽ ലിക്വിഡിറ്റിയും കൂടുതൽ ജനറേറ്റ് ചെയ്യുന്നു. അതുപോലെ ട്രേഡേഴ്സിൻ്റെ ഉള്ളിൽ കൺഫ്യൂഷൻ, ഇവിടെ എങ്ങനെയാണ് കൺഫ്യൂഷൻ ക്രിയേറ്റ് ആവുന്നത്, ഇവിടെ ആദ്യം ഒരു സോൺ ക്രിയേറ്റ് ആയി, രണ്ടാമതൊരു സോൺ ക്രിയേറ്റ് ആയ സമയത്ത് ആളുകൾ എന്ത് ചെയ്യും, ഇവിടെ എൻട്രി എടുക്കും. പക്ഷേ പ്രൈസ് എന്ത് ചെയ്യുന്നു, അവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നു, അതിനുശേഷം റിവേഴ്സൽ ആവുന്നു. ഓക്കെ, ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, കൺഫ്യൂസ് ആവും. ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആളുകൾ ഇവിടെ എന്ത് ചെയ്യും, ബൈ ചെയ്യും. സഡൻ ആയിട്ട് വീണ്ടും താഴേക്ക്. അപ്പോൾ ഏത് രീതിയിൽ നോക്കുമ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഏത് രീതിയിൽ നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഈ കൺഫ്യൂഷൻ ആവുന്നത് ആർക്കായിരിക്കും, ഇംപേഷ്യൻ്റ് ട്രേഡേഴ്സ്, റൂൾസ് ഫോളോ ചെയ്യാത്ത ട്രേഡേഴ്സ്, ഡം മണീസ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഓർഡർ ബ്ലോക്കിൻ്റെ മുകളിലോ താഴെയോ ആയിട്ട് ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ മനസ്സിലാക്കുക ആ ഓർഡർ ബ്ലോക്ക് കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിരിക്കും. അതിൻ്റെ മുകളിൽ ലിക്വിഡിറ്റി ജനറേറ്റ് ആയിട്ടുണ്ട്, അവിടെ നിന്ന് റിവേഴ്സൽ ആവാനുള്ള ചാൻസിന് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ എലമെൻറ്റ് കൂടി പഠിച്ചു, ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ലിക്വിഡിറ്റി. അങ്ങനെ നമ്മളുടെ നാലാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് സോളിഡ് റിസ്ക് റിവാർഡാണ്. അതായത് നമ്മൾ 1, 2, 3 പഠിച്ചു. 1 എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിം മീഡിയം ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേഷൻ, രണ്ടാമത് എന്ന് പറയുന്നത് വാലിഡ് OB പാറ്റേൺ, മൂന്നാമതെന്ന് പറയുന്നത് ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ലിക്വിഡിറ്റി പാറ്റേൺ, നാലാമത് സോളിഡ് റിസ്ക് റിവാർഡ് റേഷ്യോ.
ഓക്കെ, അപ്പോൾ എന്താണ് സോളിഡ് റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് എ സോളിഡ് റിസ്ക് റിവാർഡ് റേഷ്യോ മീൻസ് ദ പൊട്ടൻഷ്യൽ റിവാർഡ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ദാൻ ദ റിസ്ക്. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ എത്രത്താണോ റിസ്ക് വെക്കുന്നത് അതിനേക്കാൾ കൂടുതലായിരിക്കണം നമ്മളുടെ റിവാർഡ് എന്ന് പറയുന്നത്. ടിപ്പിക്കലി എ റേഷ്യോ ഓഫ് 1:2 അല്ലെങ്കിൽ 1:3 ഈസ് കൺസിഡർ ആസ് എ ഗുഡ്. അതായത് 1:2 അതായത് 1:3 എന്ന് പറയുന്നത് കൺസിഡർ ആസ് എ ഗുഡ്. അതായത് നമ്മൾ ₹1 അതായത് അത് നോക്കൂ നിങ്ങൾ, മീനിങ് $1. ഞാനിവിടെ ഡോളർ രീതിയിലാണ് എഴുതിയത്. നമ്മളിവിടെ $1 ആണ് നമ്മൾ റിസ്ക് വെക്കുന്നതെങ്കിൽ നമുക്ക് $2 നമുക്ക് എന്തായിരിക്കണം റിവാർഡ് കിട്ടിയിരിക്കണം. അതുപോലെ 1:3 നോക്കുകയാണെങ്കിൽ നമ്മളൊരു $1 നമ്മൾ റിസ്ക് വെക്കുകയാണെങ്കിൽ നമുക്കൊരു $3 നമുക്ക് എന്തായിരിക്കണം പ്രോഫിറ്റ് കിട്ടിയിരിക്കണം. ദിസ് എൻഷുർ ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി ഈവൻ വിത്ത് സം ലോസ്. ഓക്കെ, അപ്പം നമുക്ക് ലോങ്ങർ ടൈം ഫ്രെയിമിൽ പ്രോഫിറ്റബിലിറ്റി ആവണമെങ്കിൽ എപ്പോഴും എങ്ങനെയായിരിക്കണം നമ്മളുടെ ആവറേജ് ലോസ് എന്ന് പറയുന്നത് ആവറേജ് വിന്നിനേക്കാൾ കുറവായിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആവറേജ് ലൂസിനേക്കാൾ കൂടുതലായിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഞാനിവിടെ സോളിഡ് റിസ്ക് റിവാർഡ് റേഷ്യോയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേഷൻ കിട്ടി, നമുക്കൊരു ഓർഡർ ബ്ലോക്കും കിട്ടി, അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്താണ് ഒരു ഇൻഡ്യൂസിമെൻ്റ് ലിക്വിഡിറ്റി കൂടി കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള OB എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് OBയുടെ ഇവിടെയായിരിക്കും. നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് നമ്മളുടെ SL എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു സോണിൽ ഈ ഒരു ഏരിയ ആയിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത് റിസ്ക് എന്ന് പറയുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ ക്രൈറ്റീരിയാസും കിട്ടി. ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി മിറ്റിഗേഷൻ കിട്ടി, നമുക്ക് ഓർഡർ ബ്ലോക്ക് കിട്ടി, നമുക്ക് ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി. പക്ഷേ അവിടെ കിട്ടിയിട്ടുള്ള ഓർഡർ ബ്ലോക്കിൻ്റെ സൈസ് വലുതാണെങ്കിൽ നമ്മളുടെ റിസ്ക് അപ്പറ്റൈറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മളത് കൺസിഡർ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതാണ് പറയുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും നമുക്ക് ഹയർ ടൈം ഫ്രെയിം മിറ്റിഗേഷൻ കിട്ടി, നമുക്ക് എന്താണ് ഓർഡർ ബ്ലോക്ക് കിട്ടി, നമുക്ക് ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി, വാലിഡ് ആയിട്ടുള്ള OB സെറ്റപ്പ് മാച്ച് ആവാൻ ഇനി റിസ്ക് റിവാർഡ് സോളിഡ് ആയാൽ മാത്രം മതി. പക്ഷേ എന്താണ് നമ്മളുടെ റിസ്ക് അപ്പറ്റൈറ്റിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ എന്താണ് അത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളായി അനുസരിച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് എ ഗുഡ് ഓർഡർ ബ്ലോക്ക് വിത്ത് സോളിഡ് റിസ്ക് റിവാർഡ് റേഷ്യോ ഓഫേഴ്സ് എ ലോ റിസ്ക് എൻട്രി വിത്ത് ക്ലിയർ സ്റ്റോപ്പ് ലോസ് ആൻഡ് എ ഹൈ പ്രോഫിറ്റ് ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ഗുഡ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക്, പ്രോപ്പർ ഗുഡ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സോളിഡ് റിസ്ക് റിവാർഡ് റേഷ്യോ എൻഷുർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കിട്ടുന്ന എൻട്രി എന്ന് പറയുന്നത് നമുക്ക് ലോവർ റിസ്കിൽ ക്ലിയർ സ്റ്റോപ്പ് ലോസോട് കൂടി ഹൈ പ്രോഫിറ്റ് ടാർഗറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് റിസ്ക്കും റിവാർഡും നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റിസ്ക് എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പോയിന്റ് ആയിരിക്കണം. നമ്മൾ ഈ ഐഡന്റിഫൈ ചെയ്ത ഓർഡർ ബ്ലോക്കിൻ്റെ ആ ഓർഡർ ബ്ലോക്ക് നമ്മളുടെ റിസ്ക് അപ്പറ്റൈറ്റിന് മാച്ച് ആണെങ്കിൽ കൂടിയേ നമുക്ക് ആ ഓർഡർ ബ്ലോക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റൂ. ഓക്കെ, അപ്പോൾ റിസ്ക് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ റിവാർഡ് എന്ന് പറയുന്നത് ടാർഗറ്റ് ആണ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എപ്പോഴും എങ്ങനെയായിരിക്കണം? സ്റ്റോപ്പ് ലോസ് എപ്പോഴും ബിലോ ഓർ എബോ ദ ലിക്വിഡിറ്റി റൈഡ്. ഞാൻ പറഞ്ഞ പോലെ ഓർഡർ ബ്ലോക്കിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പാണ്. ആ ലിക്വിഡിറ്റി സ്വീപ്പായ ക്യാൻഡിലിൻ്റെ ഹൈയോ അല്ലെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിൻ്റെ ലോ ആയിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിരിക്കേണ്ടത്. അതുപോലെ തന്നെ ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി പോയിന്റ്, അതായത് നെക്സ്റ്റ് DOL ആയിരിക്കണം. അപ്പോൾ ഇതിൽ മെയിൻലി പറയുന്നത് എന്താണ്, നിങ്ങൾ ടാർഗറ്റ് വെക്കുന്നതും സ്റ്റോപ്പ് ലോസ് വെക്കുന്നതും എപ്പോഴും ലിക്വിഡിറ്റി ബേസിലായിരിക്കണം. എവിടെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടോ അവിടെ ആയിരിക്കണം സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഇനി ഏത് ലിക്വിഡിറ്റി ആണോ ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അവിടെ ആയിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ് വെക്കേണ്ടത്. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് വന്നത്. നമ്മളുടെ ആ ഒരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ബേസിലായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ആദ്യം നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടി നമ്മളൊന്ന് ചേർത്ത് വായിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് എന്താണ്, ഏതൊരാൾക്കും ഒരു സെറ്റപ്പ് ഉണ്ടാവാം. അവരുടെ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഹൈ വിൻ റേറ്റുള്ള സെറ്റപ്പ് ആയിരിക്കാം, ഒരു മീഡിയം വിൻ റേറ്റുള്ള സെറ്റപ്പ് ആയിരിക്കാം, ഒരു ലോ വിൻ റേറ്റുള്ള സെറ്റപ്പ് ആയിരിക്കാം. നിങ്ങൾ ഈ ഹൈ ലോ മീഡിയം കണക്ക് കൂട്ടേണ്ടത് എപ്പോഴും എങ്ങനെയായിരിക്കണം, അപ്രോക്സിമേറ്റ്ലി ഒരു 100 ട്രേഡ്സ് എങ്കിലും മിനിമം നമ്മൾ എടുത്തിരിക്കണം. സ്റ്റാറ്റിസ്റ്റിക്കൽ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി എഡ്ജ് രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മിനിമം 100 ട്രേഡ്സ് നിങ്ങൾ എടുത്തിരിക്കണം. ആ 100 ട്രേഡ്സ് എടുത്തിട്ടായിരിക്കണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ചില ആളുകൾ എന്ത് ചെയ്യും, 10 ട്രേഡ് എടുത്തിട്ട് സ്ട്രാറ്റജീനെ കാൽക്കുലേറ്റ് ചെയ്യും. അത് ചെയ്യരുത്. കാരണം സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി എപ്പോഴും മാസ് ക്വാണ്ടിറ്റിയിലായിരിക്കണം ചെയ്യേണ്ടത്. 100 കൂടുതലോ, മിനിമം 100. അതാണ് ഞാനിവിടെ 100 എന്ന് പറയുന്നത്. നിങ്ങൾ 100 ട്രേഡ് എടുത്ത് നിങ്ങൾക്ക് എത്ര എണ്ണം വിൻ ആവുന്നുണ്ട്, എത്ര എണ്ണം ലൂസ് ആവുന്നുള്ള ബേസിൽ വേണം നിങ്ങളുടെ സ്ട്രാറ്റജി ഹൈ, മീഡിയം, ലോ വിൻ റേറ്റ് ഉള്ളതാണോ നോക്കേണ്ടത്. നിങ്ങൾക്ക് ഹൈയും മീഡിയം ആണെങ്കിൽ ഓക്കെ, നമുക്ക് റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാം. പക്ഷേ ലോവർ വിൻ റേറ്റ് ആണെങ്കിൽ നിങ്ങൾ വലിയ രീതിയിലുള്ള റിസ്ക് റിവാർഡ് കൺസിഡർ ചെയ്യണം. അപ്പോൾ ലോ വിൻ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ
ഓക്കെ, നിങ്ങൾ എന്താണ് ഓൾട്ടർ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അത് ഫോർവേഡ് ടെസ്റ്റും ബാക്ക് ടെസ്റ്റും ചെയ്തിട്ട് അതിൽ ലോ വിൻ റേറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ? നമ്മൾ ഓൾട്ടർ ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ വേണ്ടി സാധിക്കൂ. അതുപോലെ തന്നെ എന്താണ് ഞാൻ പറഞ്ഞത്, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു A+ സെറ്റപ്പിൻ്റെ ഓരോ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്. ഒന്ന് പറയുന്നത് എന്താണ്? ഒന്ന് എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിം അല്ലെങ്കിൽ മീഡിയം ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേഷൻ ആണ്. രണ്ടാമെന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കാണ്. ആ ഓർഡർ ബ്ലോക്കിൻ്റെ 3 ക്രൈറ്റീരിയാസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡ്യൂസ്മെൻ്റ് ആണ് നമ്മൾ മൂന്നാമത് പറഞ്ഞത്. ഇൻഡ്യൂസ്മെൻറ്റിന് ശേഷം നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മൾ പറഞ്ഞത് സോളിഡ് റിസ്ക് റിവാർഡ് റേഷ്യോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് A+ സെറ്റപ്പിന് വേണ്ട 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിൻ്റെ ബേസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ബെയറിഷ് ആയിട്ടുള്ള ഒരു A+ സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ കണ്ടീഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഹയർ കീ ലെവൽ മിറ്റിഗേഷൻ. ഇവിടെ ഹയർ കീ ലെവൽ മിറ്റിഗേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? ഹയർ കീ ലെവൽ മിറ്റിഗേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെന്താവാം? ചിലപ്പോൾ ഒരു ഹയർ ടൈം ഫ്രെയിം, മീഡിയം ടൈം ഫ്രെയിം എന്തായിരിക്കാം? ഒരു കീ ലെവലായിരിക്കാം. ചിലപ്പോൾ എന്തായിരിക്കാം? ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കാം. ഓക്കെ, ഹൈ ലെവൽ കീ ലെവൽ മിറ്റിഗേഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ആ കീ ലെവൽ മിറ്റിഗേഷൻ ചെയ്ത് ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം ആ സ്ട്രോങ് മൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എന്താണ്? പ്രൈസ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കിട്ടിയ ആ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് സോളിഡ് റിസ്ക് റിവാർഡ് റേഷ്യോടായിരിക്കും. അതായത് പ്രോപ്പറായിട്ട് നമ്മളുടെ റിസ്ക് ആപ്പറ്റൈറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു OB ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സോളിഡ് റിസ്ക് റിവാർഡ് റേഷ്യോ ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ബുള്ളിഷ് സെനാരിയോയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേഷൻ അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിം, മീഡിയം ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കൂ, ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തതിന് ശേഷം പ്രൈസ് മുകളിലേക്ക് പോയിട്ടുള്ള ഈ ഒരു മൂവിനെ നമുക്ക് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ഉള്ളിലായിട്ട് നമുക്ക് എന്താണ്? ഇവിടെ ഒരു FEG കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് FEG എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി സ്വീപ്പ് നോക്ക്, നിങ്ങൾ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ്. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ്. അതുപോലെ തന്നെ ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി പ്രൈസ് എന്താണ്? ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിട്ടുന്ന ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് സോളിഡ് റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് എന്നുകൂടി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾസിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഒരു ബുള്ളിഷ് A+ സെറ്റപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതിനായിട്ട് നമുക്ക് എന്താണ്? ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. നോക്കൂ, ഓർഡർ ബ്ലോക്ക് പാറ്റേൺ വാലിഡ് ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കണം? ആദ്യം തന്നെ എന്താണ്? ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് സംഭവിച്ചിരിക്കണം. നമുക്ക് എന്താണ്? ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് നോക്കൂ, നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് എന്ന് പറയുന്നത്. ഓക്കെ, മുകളിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം സ്ട്രോങ് മൂവ് ടു അപ്സൈഡ്. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് കിട്ടി? നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ക്യാൻഡിൽ ക്ലോസോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്തു? ഒരു സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ് കിട്ടിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്, സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ് കിട്ടിയിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് കൂടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ പറഞ്ഞ പോലെ ഇതാണ് നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവിൽ എന്ത് കിട്ടിയിട്ടുണ്ട്? ദർ ഈസ് എ ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? OB പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് എന്താണ്? നമുക്ക് A+ സെറ്റപ്പ് ആവണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ക്രൈറ്റീരിയ എന്താണ്? ഒരു ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേഷൻ നോക്കണം. അതിനായിട്ട് പ്രൈസിന് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താണ്? ഇവിടെ ഒരു റിജക്ഷൻ ബ്ലോക്ക് കാണാം. ഒരു ഹയർ ടൈം ഫ്രെയിം റിജക്ഷൻ ബ്ലോക്കിൽ നിന്ന് ഓക്കെ, ഒരു ഹയർ ടൈം ഫ്രെയിം റിജക്ഷൻ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത്? പ്രൈസ് റിജക്ഷൻ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്ത് റിവേഴ്സ് ചെയ്തു. ആ റിവേഴ്സ് ചെയ്യുന്നതിൽ എന്ത് കിട്ടിയിട്ടുണ്ട്? നോക്കൂ നിങ്ങൾ, ദർ ഈസ് എ FEG റൈറ്റ് ഹിയർ. ഓക്കെ, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് അഗൈൻ കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ആ FEG മിറ്റിഗേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് വീണ്ടും ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് തന്നു. ആ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവിൽ അഗൈൻ പ്രൈസ് എന്ത് ചെയ്തു? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ കാണുന്ന ഈ ഒരു പാറ്റേൺ കിട്ടിയിട്ടുള്ളത്. അതായത് ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ്, ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഏതായിരിക്കണം? നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ഇതായിരിക്കണം. എന്ത്? നമ്മളുടെ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഇതായിരിക്കണം എന്ത്? നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്? നമ്മളുടെ ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് നമ്മളുടെ ആക്ച്വലി എന്ത്? ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്.
ഓക്കെ. ഇൻഡ്യൂസ്മെന്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് അവിടെ എന്താണ്, ഒരു ട്രാപ്പ് സോൺ കൂടിയായിരിക്കും. ഓക്കെ, ഒരു ട്രാപ്പ് സോൺ കൂടിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ബുള്ളി സെറ്റപ്പിൽ പറഞ്ഞതുപോലെ നമുക്ക് എന്താണ്, ഹയർ ടൈം ഫ്രെയിം ഒരു കീ ലെവൽ മിറ്റിഗേഷൻ തന്നു. ഓക്കെ, നോക്കൂ നിങ്ങൾ, ഒരു ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേഷൻ നമുക്ക് തന്നു. അതിനുശേഷം പ്രൈസ് ആ ഒരു ബുള്ളിഷ് ഫ്ലോയിലാണ് പോകുന്നത്. ആ ഫ്ലോയിൽ നമുക്ക് എന്ത് ചെയ്തു, ഒരു വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് പാറ്റേൺ തന്നു. ലിക്വിഡിറ്റി സ്വീപ്പ്, ഡിസ്പ്ലേസ്മെന്റ് ടു അപ്സൈഡ്, ആ ഒരു ഏരിയയിൽ എന്ത് ചെയ്തു, ദർ ഈസ് എ FEG ഫോർമേഷൻ കിട്ടി, സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ്, അതുപോലെ തന്നെ ഒരു ഇൻഡ്യൂസ്മെന്റ് ലിക്വിഡിറ്റി കൂടി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് പ്രൈസ്, ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യും, പ്രൈസ് മിറ്റി താഴെ വന്ന് ഇവിടെ ഒരു റിയാക്ഷൻ കാണിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഈ ഒരു സോണിൽ ആളുകളെ എൻട്രി ചെയ്യിച്ചും കൊണ്ട് പ്രൈസ് എന്ത് ചെയ്യും, നമ്മളുടെ എക്സ്ട്രീം OBയിലേക്ക് പോയിട്ട് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഏതാണ് അത് മിറ്റിഗേറ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ പ്രൈസ് എന്ത് ചെയ്യുന്നു, പ്രൈസ് താഴെ വന്ന് നമ്മളുടെ ആ ഒരു ഈ ഒരു ഏരിയ നോക്കും നിങ്ങൾ, നമ്മളുടെ ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയയിലായിട്ട് എന്ത് ചെയ്യുന്നു, ആളുകളെ ഇൻവൈറ്റ് ചെയ്യും. ഓക്കെ, ഇൻവൈറ്റ് ചെയ്യും. ഈ ഒരു ഏരിയ നോക്കും നിങ്ങൾ, പ്രൈസ് സോണിലേക്ക് വന്നു, സോണിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്ത് ഒരു എൻഗുൾഫിംഗ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയ സമയത്ത് എന്ത് ചെയ്യും, ഒരുപാട് പേര് ഇവിടെ എൻട്രി എടുക്കും. താഴെ നമ്മളുടെ സോണിന് താഴെയായിട്ട് എന്ത് ചെയ്യും, ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു റൂൾസ് പാലിക്കുന്ന ഒരാളാണെങ്കിൽ എന്താണ്, നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കണം, നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ ഈ ഒരു സോണിന് താഴെ ആ സോണിലായിരിക്കണം എൻട്രി. സോൺ മീൻസ് ആ ഒരു ക്രിയേറ്റ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കിലായിരിക്കണം നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തതിൻ്റെ താഴെയും. ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഏതാണ് അതായിരിക്കണം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായിരിക്കണം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിയാൽ പ്രൈസ് എന്ത് ചെയ്യും, പ്രൈസ് താഴെ വന്ന് നമ്മളുടെ OB മിറ്റിഗേറ്റ് ചെയ്തിട്ടായിരിക്കും പ്രൈസിൻ്റെ നെക്സ്റ്റ് മൂവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേഷൻ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്തു, ഒരു ഓർഡർ ബ്ലോക്ക് പാറ്റേൺ തന്നു. ഓർഡർ ബ്ലോക്ക് പാറ്റേൺ മീൻസ് എന്താണ്, നമ്മുടെ ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേഷൻ ചെയ്ത് നോക്കൂ, FEG ക്രിയേറ്റ് ചെയ്തു, ആ FEG മിറ്റിഗേറ്റ് ചെയ്തു, വീണ്ടും FEG ക്രിയേറ്റ് ചെയ്തു, മിറ്റിഗേറ്റ് ചെയ്തു. അതായത് ഒരു ബുള്ളിഷ് ഫ്ലോയിലാണ് കിട്ടിയിട്ടുള്ളത്. വേണമെങ്കിൽ എന്താണ്, ഈ ഒരു FEG ഒരു ഹയർ ടൈം ഫ്രെയിം അല്ലെങ്കിൽ ഒരു മീഡിയം ടൈം ഫ്രെയിം കീ ലെവലായിട്ട് കൺസിഡർ ചെയ്താൽ പോലും നമുക്ക് എന്ത് ചെയ്തു, ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ്, ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ക്യാൻഡിൽ ക്ലോസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, അതുപോലെ ഇൻഡ്യൂസ്മെൻറ്റ്. അങ്ങനെ കിട്ടിയിട്ടുള്ള OBയിൽ നിന്ന് എൻട്രി, നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഏതാണോ അവിടെ ടാർഗറ്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇനി എന്താണ്, ബെയറിഷ് എ പ്ലസ് സെറ്റപ്പാണ് നമ്മൾ നോക്കുന്നത്. ബെയറിഷ് എ പ്ലസ് സെറ്റപ്പിന് നമുക്ക് ഇവിടെ എന്താണ്, ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നോക്കൂ നിങ്ങൾ, ബെയറിഷ് ആയിട്ടുള്ള നമുക്ക് എന്താണ്, ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് റൈറ്റ് ഹിയർ. നമുക്ക് എന്താണ്, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ഉണ്ടോ, ഇതാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് കിട്ടിയിട്ടുണ്ട്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിൽ നമുക്ക് എന്താണ്, ദർ ഈസ് എ FEGയും നമുക്ക് ഇവിടെ ഫോം ആയിട്ടുണ്ട്. അതിനുശേഷം എന്താണ്, നമ്മളുടെ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് FEG കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ക്യാൻഡിൽ ക്ലോസ് കൂടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഇവിടെ എന്താണ്, ദർ ഈസ് എ ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഓർഡർ ബ്ലോക്കിനെ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആക്കാനായിട്ട് എന്താണ്, നമുക്കിവിടെ ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി കൂടി കിട്ടിയിട്ടുണ്ട്. അതായത് എൻജിനീയറിംഗ് ലിക്വിഡിറ്റി, ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി കിട്ടിയിട്ടുണ്ട്. ഇതൊരു ട്രാപ്പ് സോണാണ് എന്ന് കൂടി ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കിനുള്ള ക്രൈറ്റീരിയസ് എല്ലാം കിട്ടി. ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി, ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് കിട്ടി, അതുപോലെ തന്നെ എന്താണ്, സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ക്യാൻഡിൽ ക്ലോസ് കിട്ടി, അതുപോലെ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി. ഇനി നമ്മൾ ഇതൊരു A+ സെറ്റപ്പ് ആവണമെങ്കിൽ ഹയർ ടൈം ഫ്രെയിമോ മീഡിയം ടൈം ഫ്രെയിമോ ആയിട്ടുള്ള ഒരു കീ ലെവൽ മിറ്റിഗേഷൻ കൂടി കിട്ടണം. അതിനായിട്ട് പ്രൈസിന് ഒന്ന് താഴേക്ക് നോക്കിയാൽ, റിഫൈൻ ചെയ്താൽ നോക്കുക നിങ്ങൾ, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ദർ ഈസ് എ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. എന്തുകൊണ്ട് ഇത് കൺസിഡർ ചെയ്തിട്ടില്ല, ഇതൊരു എന്താണ്, ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പാണ്. ഓക്കെ, ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. എന്താണ്, ഈവൻ നമ്മളുടെ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസോ കാര്യങ്ങൾ, കാരണം ഇതെന്താണ്, ഫില്ല് ചെയ്യാൻ സമയമെടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു നോക്കൂ, ദർ ഈസ് എ ഹൈ, ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്ത്. ഓക്കെ, ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേഷൻ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്, അത് ബ്രേക്ക് ചെയ്ത് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് തന്ന അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എൻട്രി എവിടെയായിരിക്കണം ആവേണ്ടത്, നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് നമ്മളുടെ ഓർഡർ ബ്ലോക്കിലായിരിക്കണം. നമ്മളുടെ എൻട്രി, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ആ ഓർഡർ ബ്ലോക്കിൻ്റെ മുകളിൽ, അതായത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിൻ്റെ മുകളിൽ നമ്മളുടെ
ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഏതാണ്, അതായിരിക്കണം നമ്മളുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ എങ്ങനെയായിരിക്കും പ്രൈസ് നമ്മളുടെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഏരിയയിലേക്ക് ടേക്ക് ഔട്ട് ചെയ്ത് നമ്മളുടെ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്ത് ഷാർപ്പായിട്ട് തന്നെ എന്താണ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി. അങ്ങനെ നമ്മൾ എഗെയിൻ ഒരു ബുള്ളിഷ് എ പ്ലസ് സെറ്റപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് എഗെയിൻ പ്രൈസ് എന്താണ് ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക് അല്ലെങ്കിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് വിത്ത് ബോഡി ക്ലോസോടുകൂടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്താണ് നോക്കൂ, ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ്, ദർ ഈസ് എ സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് എന്ന് പറയുന്നത് നോക്കും നിങ്ങൾ, ഇവിടെ നമുക്ക് എന്താണ് ആ ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് കിട്ടിയിട്ടുണ്ട്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിൽ തന്നെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ദർ ഈസ് എ FEG കൂടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഇനി ഇൻഡ്യൂസ്മെൻറ്റ് നോക്കും നിങ്ങൾ, ഇൻഡ്യൂസ്മെൻറ്റ് അഗെയിൻ പ്രൈസ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി, പക്ഷേ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാത്ത സ്ട്രക്ചർ ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ എന്താണ് നമുക്കിതിനെ ദർ ഈസ് എ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് ഇത് ഈ ഒരു ലോനെ നമുക്ക് കൺസിഡർ ചെയ്യാം. എന്താണ് ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ഇൻഡ്യൂസ്മെൻറ്റിൽ എന്താണ് ഈ ഒരു ലോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു സോൺ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു ട്രാപ്പ് സോൺ ആയിരിക്കും, ഒരു ട്രാപ്പ് സോൺ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ ബ്ലോക്കിൽ പറഞ്ഞ ക്രൈറ്റീരിയാസ് ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ്, അതുപോലെ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഇൻഡ്യൂസ്മെൻറ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു A പ്ലസ് സെറ്റപ്പ് ആവണമെങ്കിൽ എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹയർ ലെവൽ അല്ലെങ്കിൽ ഒരു മീഡിയം ലെവൽ കീ ലെവൽ മിറ്റിഗേഷൻ കൂടി കിട്ടണം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ കൂടി പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ ലെവൽ, അതായത് നോക്കുന്നത് ദർ ഈസ് എ ലിക്വിഡിറ്റി പൂൾ തന്നെയാണ് ലോ 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 ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ലെവൽ വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കും, നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ഈ ഒരു സോൺ ആയിരിക്കും എന്ത് നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ആയിരിക്കും. ഓക്കെ, സോൺ ആയിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ഹിയർ ഇതായിരിക്കും നമ്മളുടെ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് എൻട്രി എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ, അതായത് ഓർഡർ ബ്ലോക്കിൽ നിന്നായിരിക്കും നമ്മളുടെ എൻട്രി, അതിന് താഴെയായിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ലിക്വിഡിറ്റി ബേസ്ഡ് ആയിരിക്കണം. അതായത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് റൈറ്റ് ഹിയർ ഇതെന്താണ് ദർ ഈസ് ഒരു ലിക്വിഡിറ്റി പോയിന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ എന്താണ് 1:2 അതിന് മുകളിൽ ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ഇതായിരിക്കും നമ്മളുടെ അതിന് മുകളിലുള്ള ലിക്വിഡിറ്റി പോയിന്റ്. അതിന് മുകളിൽ വേറെ എന്താണ് കാണാൻ വേണ്ടി പറ്റുന്നത്, ദർ ഈസ് എ FEG റൈറ്റ് ഹിയർ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു FEG മിറ്റിഗേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും, നമ്മളുടെ ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ടേക്ക് ഔട്ട് ചെയ്ത് ആ ഇൻഡ്യൂസ്മെൻറ്റിൽ നിന്ന് എൻട്രി എടുത്ത് നമ്മളുടെ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു മൂവ്മെൻറ്റ് മുകളിലേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്തു, പ്രൈസ് നമ്മളുടെ ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റിയിൽ നിന്ന് റിയാക്ഷൻ കാണിച്ച് പ്രൈസ് എന്ത് ചെയ്തു, നമ്മളുടെ OB മിറ്റിഗേറ്റ് ചെയ്ത് അവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റിയിലേക്കായിട്ട് പ്രൈസ് പോയിട്ടുള്ളത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമുക്ക് എന്താണ് ബെയറിഷ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സെറ്റപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്താണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിൽ നമുക്ക് FEG കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ, FEG കാണാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് FEG കിട്ടുന്നില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ എന്ത് ചെയ്തു ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഓർഡർ ബ്ലോക്ക് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഓർഡർ ബ്ലോക്ക് കിട്ടി. ആസ് യൂഷ്വൽ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഹൈ ഏരിയ ഉള്ള ഒരു ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, പക്ഷേ എന്താണ് സ്റ്റിൽ ഇത് വാലിഡ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ബിക്കോസ് ഓഫ് എന്താണ് ഇവിടെ ഇൻഡ്യൂസ്മെൻറ്റും ഉണ്ട്. ഓക്കെ, ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി ഓർഡർ ബ്ലോക്കിന് താഴെ കിട്ടിയിട്ടുണ്ട്. ഈവൻ ഇതെന്താണ് ഒരു ട്രാപ്പ് സോൺ ആയിട്ട് നമുക്കിത് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഹയർ ലെവൽ മിറ്റിഗേഷൻ നോക്കുന്ന നിങ്ങൾക്ക് ഈ ഹൈസ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹൈസ് എല്ലാം പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക്, അതായത് ഇവിടെ നോക്കും നിങ്ങൾ ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക് റൈറ്റ് ഹിയർ, അതുപോലെ തന്നെ ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് റൈറ്റ് ഹിയർ. അതിൽ തന്നെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ദർ ഈസ് എ
ഓർഡർ ബ്ലോക്ക് റൈറ്റ് ഹിയർ. ഈ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്താണ്, ഓക്കെ, ഒരുപാട് കാലമായിട്ടുള്ള, അതായത് ഹയർ ടൈം ഫ്രെയിം ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ ഒരു OP കിട്ടിയിട്ടുള്ളത്. ഓക്കെ, പക്ഷെ എല്ലാം ഓക്കെയാണ്. പക്ഷെ എന്താണ്, നമ്മളുടെ ഈ ഒരു സോൺ നോക്ക് നിങ്ങൾ, ഈ ഒരു സോൺ എന്ന് പറയുന്നത് നമ്മളുടെ സോളിഡ് ആയിട്ടുള്ള റിസ്ക് റിവാർഡിന് മാച്ച് ആവുന്നില്ല. ഓക്കെ, സോളിഡ് ആയിട്ടുള്ള റിസ്ക് റിവാർഡിന് മാച്ച് ആവുന്നില്ല. സോൺ നോക്കൂ, ഇൻ കേസ് എൻ്റെ ഒരു റിസ്ക് അപ്പറ്റൈറ്റ് എന്ന് പറയുന്നതിന് മാച്ച് ആവാത്ത ഒരു ഓർഡർ ബ്ലോക്ക് ആണ് ആക്ച്വലി എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇത് A+ സെറ്റപ്പ് ആണെങ്കിൽ പോലും ഇത് എൻ്റെ റൂൾസ് പ്രകാരം ഒരു A+ സെറ്റപ്പ് അല്ല. ബിക്കോസ് ഓഫ് കാരണം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത്, നോക്കൂ നിങ്ങൾ, ഈ ഒരു റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് എനിക്ക് മാച്ച് ആവുന്നില്ല. ഓക്കെ, അപ്പം A+ സെറ്റപ്പും സെറ്റപ്പും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ കുറവ് വരികയാണെങ്കിൽ A+ സെറ്റപ്പ് എന്നുള്ളത് A സെറ്റപ്പായി മാറും. അറ്റ് ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷൻ പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് പറയാനില്ല. സിമ്പിളായിട്ട് മനസ്സിലാക്കിക്കോ. ICT A+ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ്ലി 4 ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് വേണം. ഒന്നെന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിം, മീഡിയം ടൈം ഫ്രെയിം, കീ ലെവൽ മിറ്റിഗേഷൻ. അതുപോലെ രണ്ടാമത്തെന്ന് പറയുന്നത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക്. അതിൽ തന്നെ നമ്മൾ ഒരു വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കിന് വേണ്ട വീണ്ടും മേജർ 3 ക്രൈറ്റീരിയാസ് പറഞ്ഞു. ആ ക്രൈറ്റീരിയാസ് മാച്ച് ആവണം. അതുപോലെ ഇൻഡ്യൂസിമെൻ്റ് ലിക്വിഡിറ്റി. ഇൻഡ്യൂസിമെൻ്റ് ലിക്വിഡിറ്റി എന്തിനാണ്, നമ്മൾ ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേഷനിൽ കിട്ടിയ ഓർഡർ ബ്ലോക്കിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആക്യുറസി കിട്ടാൻ ഇൻഡ്യൂസിമെൻ്റ് എന്നുള്ള സിഗ്നൽ നമുക്ക് അവിടെ കിട്ടുകയാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും. അതുപോലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതെല്ലാം മാച്ച് ആയാൽ പോലും നമുക്ക് കിട്ടുന്ന ആ ഒരു സെറ്റപ്പിൽ നമ്മളുടെ റിസ്ക് അപ്പറ്റൈറ്റ് മാച്ച് ആയിട്ടില്ലെങ്കിൽ, അതായത് നമുക്ക് സോളിഡ് ആയിട്ടുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിളിലൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ എലമെൻറ്റ്സ് എല്ലാം ഉൾപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് A+ സെറ്റപ്പ് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, താങ്ക് യു.